ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ വീഡിയോ ഒരു ഫിലിം കാണാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോവാണ്. 4:10 വൈകിട്ട് കേട്ടോ. 4:10 സിനിമ. അപ്പോൾ 3:30 ആയിട്ടുണ്ട്. ഇപ്പോൾ അതിന് മുമ്പ് ഒരുങ്ങുന്ന ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അതിൻ്റെ കൂടെ തന്നെ അവിടേക്ക് പോകുന്ന ചില വിശേഷങ്ങളൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഈ ആര്യൻവേദ എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറിങ് പ്ലസ് സൺസ്ക്രീൻ 2-in-1 ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ആർമി ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയതാണ്. നല്ലൊരെണ്ണമാണ് കേട്ടോ. അതായത് ഒരു ഫുൾ ഡേ ഒക്കെ നമ്മൾ പോകുന്ന ഒരു പ്രോഗ്രാം ഒന്നുമല്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല 3:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ലാക്മേ അങ്ങനെയുള്ള യൂസ് ചെയ്ത് ഇത് തന്നെയാണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനത് തേച്ചു നന്നായി അത് അപ്ലൈ ചെയ്തതിന് ശേഷം NC3യുടെ ഒരു ഫൗണ്ടേഷൻ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് മോയ്സ്ചറിങ് പ്ലസ് ആയിട്ടുള്ളതാണ്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള മോയ്സ്ചറിങ് ക്രീം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഒന്നുകൂടെ ആപ്റ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഫിറ്റ്മിയുടെ നമ്മുടെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തു. ദെൻ കളർ ബാറിൻ്റെ കാജൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ലിപ് ബാമും ലിപ്സ്റ്റിക്കാണ്. അത് ലിപ് ബാം ഇട്ട് കൊടുത്തു. ഹിമാലയയുടെ ചെറി പ്ലസ് ആണ് യൂസ് ചെയ്തത്, ഷൈനിങ് എന്നുള്ളത്. അതിനുശേഷം ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഒരു ബ്ലൂ ജീൻസും ടീഷർട്ടുമാണ്. ഞാൻ മുൻപുള്ള ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലിബ് ഒന്ന് മോയ്സ്ചറിങ് ചെയ്തിരുന്ന ലിപ് ബാം ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് കേൾക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് ആയിട്ടിരിക്കും ലിപ്പ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നതിന് ശേഷം ബ്യൂട്ടി ഹുഡായുടെ ഒരു ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് തേച്ചിട്ടുണ്ട്. ദെൻ മുടി കോംബ് ചെയ്തിട്ട് എന്നത്തെ പോലെ ക്ലിപ്പല്ല, ഒന്ന് നമ്മുടെ പോണിറ്റെയിൽ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ബട്ടർഫ്ലൈ ആയിട്ടുള്ള ഒരു സ്റ്റഡാണ് ഇട്ടതിന്ന്. നല്ല ഭംഗിയാണത് കാണാൻ കേട്ടോ. ഇതിന് വലിയ റേറ്റ് ഒന്നും ആയിട്ടില്ല. ഇതിന് ഐ തിങ്ക് 10 റുപ്പീസേ ഉള്ളൂ കേട്ടോ ഈ ഒരു സ്റ്റഡിന്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ശിവാജി മാർക്കറ്റിൽ പോയപ്പോൾ ചെയ്തതാണ്. അതിപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദെൻ കുഞ്ഞുമണീസിനെ ഒരുക്കി. അപ്പോഴേക്കും അച്ഛനെ ഒരുങ്ങി വണ്ടി എടുക്കാൻ പോയി കേട്ടോ. വേറെ ഒന്നുമല്ല, സ്കൂട്ടറിനാണ് പോകുന്നത്. രണ്ടുപേരെ ഒരുക്കി റെഡിയാക്കിയൊക്കെ നിർത്തി. അവർ രണ്ടും ഇങ്ങനെ ഫോണിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പോയി നമ്മുടെ സ്ലിംഗ് ബാഗ് എടുത്തിട്ട് വന്നു. അതിൽ വേറെ ഒന്നുമില്ല, ടിഷ്യൂവും കുഞ്ഞൊരു ബോട്ടിൽ വെള്ളവും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പോവാണ്. അപ്പോൾ നേരെ നടന്ന് ഇവിടെ വന്നു, ഓറിയൻ മാളിൽ വന്നു. അപ്പോൾ ഇവിടെ വന്നത് ഞാൻ നടന്നിട്ടും അവർ സ്കൂട്ടിയിലും വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്ന് കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. വന്നപ്പോൾ നല്ല ഫുൾ ആളായിരുന്നു. നമുക്ക് ഏറ്റവും ഫ്രണ്ട് സീറ്റാണ് കിട്ടിയത്. ബുക്ക് ചെയ്തിട്ട് തന്നെ ഏറ്റവും ഫ്രണ്ടാണ് കിട്ടിയത്. അപ്പോൾ അത്രയ്ക്ക് ആളായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് നേരെ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ കാണാൻ കയറുമായിരുന്നു കേട്ടോ. വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, എൻ്റെ വലിയ ആൾ ഭയങ്കര ഇമോഷണലായിട്ടുള്ള ആളാണ് കേട്ടോ. ആള് സിനിമ തുടങ്ങിയപ്പോഴൊക്കെ ഓക്കെ ആയിട്ടിരുന്നു. നമ്മുടെ സുഭാഷ് നേരെ താഴെയോട്ട് കുഴിയിലോട്ട് വീഴുമ്പോൾ തൊട്ട് എൻ്റെ വലിയ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു വെറുതെ ആയി, ഇവക്കെടുത്ത ടിക്കറ്റ് നമുക്ക് വേസ്റ്റ് ആയിട്ടുണ്ട്, ഇവള് സിനിമയൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. കൊച്ചാളാണെങ്കിൽ ഇങ്ങനെ കളിച്ച് തിരിച്ച് നടക്കുക, മെയിൻ പോപ്കോൺ തിന്നാന്നുള്ളത് മാത്രമാണ് കേട്ടോ. സിനിമയൊക്കെ കുറച്ചേ കണ്ടുള്ള ആള്. പിന്നെ ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുമായിരുന്നു. അങ്ങനെ നല്ലൊരു പടമായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഉടനെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.